പിതാവായ ദൈവത്തിനും അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും നാമത്തിൽ എല്ലാവർക്കും വന്ദനം. ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് പരിശുദ്ധാത്മാവ് പാർട്ട് 2. പാർട്ട് 1 ഞാൻ നിങ്ങൾക്ക് തന്നിരുന്നു. പാർട്ട് 1 നിങ്ങൾ മനസ്സിലാക്കി കാണും നമ്മുടെ വീട് ഏതാണ്. നമ്മുടെ വീടെന്ന് പറയുന്നത് സ്വർഗീയ പിതാവിൻ്റെ വീടാണ്. ആ വീടാണ് നമ്മൾ യെശയ്യാവിന് കൊടുത്ത 5-ാമത്തെ ദർശനം, 5-ാമത്തെ ചാപ്റ്ററിൽ 5-ാമത്തെ അധ്യായത്തിലെ 6-ാമത്തെ അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ് നമ്മുടെ പിതാവിൻ്റെ വീട്. അവിടെ നമുക്ക് കാണാം നമ്മുടെ പിതാവിരിക്കുന്നത്, പിതാവിനെ നമസ്കരിക്കുന്ന 7 സാറാഫുകളും. അവരെപ്പോഴും പിതാവായ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നു. അവിടെ നിന്ന് ഈ പിതാവിനെ കാണുന്ന യെശയ്യാവ് പെട്ടെന്ന് ഒരു ക്ഷീണിതനായി. അവൻ പറയുന്നു, ഞാൻ പാപിയാണേ, ഞാൻ പാപികളുടെ ഇടയിൽ നിൽക്കുന്നു എന്നും പറഞ്ഞവൻ കരഞ്ഞു ക്ഷീണിച്ചു പോകുന്നു. അന്നേരം പെട്ടെന്ന് ബലിപീഠത്തിൽ നിന്നും ഒരു കൊടില് കൊണ്ട് തീക്കനലെടുത്ത് ഒരു സാറാഫ് പറന്നു വന്ന് യെശയ്യാവിൻ്റെ ചുണ്ടിൽ തൊടുവിച്ച് അവൻ്റെ പാപം ക്ഷമിച്ചു. പിതാവായ ദൈവത്താൽ അയക്കപ്പെട്ട മനുഷ്യരുടെ പാപം ക്ഷമിക്കാൻ ദൈവം അയക്കപ്പെട്ട വ്യക്തിയാണ് ആ സാറാഫ്. ആ സാറാഫ് തന്നെയാണ് നമ്മുടെ ദൈവപുത്രനായ യേശുക്രിസ്തു. അന്നേരം നമ്മുടെ സബ്ജക്റ്റിൽ ഇന്നത്തെ പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് ദൈവം തന്നെയാണ് പരിശുദ്ധൻ, അവനാണ് ആത്മാവ്. അത് ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ മനസ്സിലാവുമെന്നുണ്ട്. ദൈവം സ്പിരിറ്റാണ് എന്ന് പറയുന്നു. സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ അവന് പ്രത്യക്ഷപ്പെടാനും അപ്രത്യക്ഷമാകാനുമുള്ള കഴിവുണ്ട്. ഏഞ്ചൽസും സ്പിരിറ്റ്സ് ആണ്, അവർക്കും പ്രത്യക്ഷമാകുവാനും അപ്രത്യക്ഷമാകുവാനുമുള്ള കഴിവുണ്ട്. അന്നേരം ഇത്രയും നാളും നിങ്ങൾ വിചാരിച്ചിരുന്ന സ്പിരിറ്റ് അല്ലേ, അല്ലെങ്കിൽ ആത്മജീവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യും കാലും ഒന്നും ഇല്ലാത്ത ഒരു വ്യക്തികൾ എന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത്. അത് തെറ്റാണ്. നിങ്ങൾ ഇനിയും മനസ്സിലാക്കേണ്ടത് ദൈവം തരുന്ന പുതിയ പാട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് പുതിയ കറക്റ്റ് ഇൻഫർമേഷൻ നിങ്ങൾ മനസ്സിലാക്കുക. ഇത്ര നാളും നിങ്ങൾ വിശ്വസിച്ചതെല്ലാം കളയുക. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു രക്ഷയുമില്ല. ഇനിയും പിതാവ് തരുന്ന പുതിയ പാട്ടിലൂടെ മാത്രമേ മനുഷ്യർക്ക് നിത്യ ജീവനുള്ളൂ. കാരണം പിതാവിൻ്റെ ആ പുതിയ പാട്ട് അനുസരിച്ച് ജീവിച്ച വ്യക്തിയാണ് യേശു. അവനെ പിതാവ് ഉയർപ്പിച്ചു വലതുഭാഗത്തിരുത്തി. അന്നേരം കംഫർട്ടർ അല്ലെങ്കിൽ ആശ്വാസപ്രദനെ ദൈവം നിനക്കയക്കും എന്ന് പറഞ്ഞു. അന്നേരം ദൈവം നമ്മുടെ ഏത് സാഹചര്യത്തിൽ ആ സാഹചര്യത്തിന് ഉതകുന്ന ആ സാഹചര്യത്തിൽ നമുക്ക് ഒരു ആശ്വാസം നൽകുന്ന ഒരു വ്യക്തിയാകാം. ചിലപ്പം രോഗമാണെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ മെഡിസിനാകാം, അതിനുള്ള മറ്റു ട്രീറ്റ്മെൻറ്റുകളാകാം, അല്ലെങ്കിൽ ഡോക്ടർ വന്നു, അല്ലെങ്കിൽ ഒരു നേഴ്സ് വന്നു, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കാണാൻ ആഗ്രഹിച്ചിരുന്ന ആൾ വന്നു, അല്ലെന്നുണ്ടെങ്കിൽ എന്തോ ആയിക്കോട്ടെ. ആ സാഹചര്യം നമ്മൾ വിഷമിച്ച് വിഷണ്ണരായിരിക്കുന്ന സമയത്ത് നമ്മുടെ ആ സാഹചര്യത്തിൽ നമുക്ക് എന്തായിരുന്നു ആവശ്യം, ആ ആവശ്യം സാധിക്കാൻ വേണ്ടി ദൈവം അയക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ഈ ആശ്വാസപ്രദൻ. അത് ദൈവത്തിൻ്റെ ഒരു ക്രിയേഷനാണ്. ചിലപ്പോൾ അതൊരു ഏഞ്ചലാകാം, അല്ലെങ്കിൽ ഒരു മനുഷ്യനാകാം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു പക്ഷിയാകാം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ആനിമലാകാം. എന്തും നമ്മുടെ ആവശ്യ സമയത്ത് ദൈവം അയക്കുന്ന ദൈവത്തിൻ്റെ ആ ആശ്വാസം നൽകുന്ന എന്തായാലും അതാണ് ദൈവം അയക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. അതെല്ലാം ദൈവത്തിൻ്റെ ക്രിയേഷൻസാണ്. അന്നേരം ഈ
ക്രിയേഷൻസിനെ ഒന്നും നമ്മൾ ആരാധിക്കുകയില്ല. നമ്മൾ ആരാധിക്കുന്നത് യഹോവയാം ദൈവത്തെ മാത്രമാണ് ആരാധിക്കുന്നത്. പിതാവായ ദൈവത്തെ, യേശുവിൻ്റെ പിതാവായ ദൈവമാണ് നമ്മുടെ ആരാധ്യ വ്യക്തി. ആ പിതാവിനെ വിട്ട് വേറെ എന്തിനെ ആരാധിച്ചാലും അതെല്ലാം അന്യദൈവമായി തീരും. അതായത് നമ്മളിപ്പം നമുക്ക് പണവും പ്രശസ്തിയും ഒക്കെയാണ് നമുക്ക് വലുതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പിതാവായ ദൈവത്തെക്കാളും വലിയൊരു സ്ഥാനത്തിലേക്ക് പോകും. അന്നേരം അത് ഒരു അന്യദൈവമാകും. അതുപോലെ തന്നെ ഏതെങ്കിലും മനുഷ്യരെ നമ്മൾ കൂടുതലായിട്ട് അങ്ങ് ആരാധിച്ചാൽ അത് അന്യദൈവമാകും. അതെല്ലാം ഫസ്റ്റ് കമാൻഡ്മെൻറ്റിന് എതിരാണ്. പിന്നെ എന്നും പിതാവായ ദൈവത്തിനെതിരായിട്ട് നമ്മളിപ്പം കൂടുതൽ സ്വർണങ്ങൾ അല്ലെ നല്ല വസ്ത്രങ്ങൾ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ നമ്മൾ കൂടുതലായിട്ട് ദൈവത്തെക്കാളും കൂടുതലായിട്ട് നമ്മൾ അങ്ങ് സമർപ്പിച്ചു കഴിഞ്ഞാൽ, അതിലേക്ക് അങ്ങ് നമ്മുടെ മനസ്സിനെ കൊടുത്തു കഴിഞ്ഞാൽ അത് ദൈവത്തിനെതിരായിട്ടാകും, ഫസ്റ്റ് കമാൻഡ്മെൻറ്റിനെതിരായിട്ടാകും. നമ്മൾ യേശു 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 എന്നും പറഞ്ഞുകൊണ്ട് യേശുവിനെ ആരാധിച്ചു കൊണ്ടിരുന്നാൽ അതും അന്യദൈവമാണ്, ദൈവമായിട്ട് മാറും. അത് ഫസ്റ്റ് കമാൻഡ്മെൻറ്റിന് എതിരാണ്. ഇപ്പോൾ യേശു 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 എന്നെ രക്ഷിച്ചു, യേശു എന്നെ രക്ഷിച്ചു എന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ സഹോദരങ്ങളെല്ലാം ജീവിക്കുന്നത്. അതെല്ലാം ഫസ്റ്റ് കമാൻഡ്മെൻറ്റിനെതിരാണ്. യേശുവിന് പിതാവായ ദൈവത്തിൻ്റെ സപ്പോർട്ട് ഇല്ലാതെ കൊണ്ട് ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തില്ല. യോഹന്നാൻ 5:30 പറയുന്നുണ്ട്, എനിക്കൊരു കാര്യങ്ങളും പിതാവ് പറയാത്തതല്ല, ചെയ്യാത്തതായ ഒരു കാര്യങ്ങളും തന്നെ അവന് ചെയ്യാൻ പറ്റത്തില്ലെന്ന്. അന്നേരം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ എല്ലാവരും ശരിക്കും മനസ്സിലാക്കുക. ഇത് നമ്മുടെ പരിശുദ്ധാത്മാവ് പാർട്ട് 2. ഇത് നിങ്ങളെപ്പോഴും മനസ്സിലാക്കുക. ഞാൻ ഓരോ ആഴ്ചയിലും ഓരോരോ വീഡിയോകൾ ഇടുന്നുണ്ട്. നിങ്ങൾ ഓരോ വീഡിയോകളും നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പിതാവിൻ്റെ പുതിയ പാട്ടിൻ്റെ എല്ലാ രഹസ്യങ്ങളും നിങ്ങൾക്ക് തുറന്നു കിട്ടും. പുതിയ പാട്ട് രഹസ്യങ്ങൾ തുറന്നു കിട്ടി നിങ്ങളത് മനസ്സിലാക്കി നിങ്ങളത് അനുസരിച്ച് കഴിയുമ്പം മാത്രമേ നിങ്ങൾക്ക് പിതാവിൻ്റെ കൂടാരത്തിൽ പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ. പിതാവിൻ്റെ കൂടാരത്തിൽ പ്രവേശിക്കുന്നവർക്ക് മാത്രമേ നിത്യജീവനുള്ളൂ. അത് പിതാവിൻ്റെ കൂടാരം പിതാവിൻ്റെ കൂടാര പെരുന്നാളിനായിരിക്കും കൊണ്ടുവരുന്നത്. നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കുക, പിതാവിൻ്റെ കൂടാര പെരുന്നാളിനായിരിക്കും പിതാവ് കൂടാരം കൊണ്ടുവരുന്നത്. അന്നേരം പിതാവിൻ്റെ കൂടാര പെരുന്നാളുകളും പിതാവിൻ്റെ നിത്യനിയമങ്ങളും ഒന്നും അനുസരിക്കാതിരിക്കുന്നവർക്ക് പിതാവിൻ്റെ കൂടാരത്തിൽ പ്രവേശിക്കാൻ പറ്റത്തില്ല. അന്നേരം നിങ്ങൾ അങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ കൂടുതലും നിങ്ങൾ ഓരോ ആഴ്ചയിലും എൻ്റെ വീഡിയോകൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെയും പറയുകയാണ്, നിങ്ങൾക്ക് ബൈബിളിൻ്റെ എല്ലാ രഹസ്യങ്ങളും നിങ്ങൾക്ക് തുറന്നു കിട്ടും. നിങ്ങൾ അത് മനസ്സിലാക്കുക, അതിനനുസരിച്ച് ജീവിക്കാനും നോക്കുക. പിന്നെ ബൈബിളെന്ന് പറയുന്നത് നമ്മുടെ സൃഷ്ടാവിൻ്റെ യൂസേഴ്സ് മാനുവലാണ്. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, നമ്മളൊരു TV വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനൊരു യൂസേഴ്സ് മാനുവലുണ്ട്. ആ യൂസേഴ്സ് മാനുവൽ നമ്മൾ വായിച്ച് മനസ്സിലാക്കി അതുപോലെ നമ്മൾ പ്രവർത്തിപ്പിച്ചാൽ അത് ശരിക്കും പ്രവർത്തിക്കും. അത് എനിക്ക് വായിച്ച് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ കാര്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ അത് ശരിക്കും പ്രവർത്തിക്കുകയല്ല. അന്നേരം അത് പ്രോബ്ലത്തെ അലങ്ങ് നിൽക്കും. അന്നേരം അതുപോലെയാണ് പിതാവായ ദൈവം നമ്മളെ സൃഷ്ടിച്ചു, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ യൂസേഴ്സ് മാനുവൽ തന്നു. അതാണ് ബൈബിള്. അത് വായിച്ചിട്ട് മനസ്സിലാകുന്നില്ല. ഇപ്പം ജനങ്ങൾക്ക് വായിക്കും, എല്ലാവരും വായിക്കും, പക്ഷെ അത് മനസ്സിലാകുന്നില്ല. അന്നേരം ആ പിതാവായ ദൈവത്തിൻ്റെ യൂസേഴ്സ് മാനുവലായ ബൈബിള് മനസ്സിലാക്കി തരിക എന്നുള്ളൊരു ദൗത്യമാണ് പിതാവ് എന്നെ ഏൽപ്പിച്ചേക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഓരോ ആഴ്ചയിലും എൻ്റെ ഈ ഓരോ വീഡിയോകളും നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ കറക്റ്റ് ഇൻഫർമേഷനും ബൈബിളിനെ കുറിച്ചുള്ള ഓരോ കറക്റ്റ് ഇൻഫർമേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.